ആളെടുക്കത്തെ ഒരു ചെറിയങ്ങൾ പിടിച്ചിട്ട് വയസ്സരങ്ങളെ തോളും മക്ക പെണ്ണിങ്ങ എല്ലാവരും ഒരു കനസായിട്ട് നല്ല ഒരു പ്രൗഢമായ ഒരു പള്ളി, സുസജ്ജിതമായ പള്ളി. അൽഹംദുലില്ലാ, ഇന്നലെ ഞങ്ങളെ കാര്യക്രമത്തോടു കൂടെ ആ പള്ളി ഉദ്ഘാടനവും ഇന്നലെ ജാവുകും ഇന്നലെ മഗ്രിബും ബഹുമാനപ്പെട്ട എല്ലാമായ സദഖത്തുള്ള ഉസ്താദരെ സ്മരിച്ചിട്ടുള്ള മൗലിദും സദസ്സോടുകൂടെ ആരംഭമായിട്ട് ഇണ്ട് സുബൈക്ക് ബദർ മൗലിദും ഇണ്ട് ഉച്ചക്ക് വണ്ടൂർ സാദാത്തുങ്ങ വന്നിട്ട് ഖുതുബയും നിർവഹിച്ചിട്ട് ഇപ്പ ഇൻഷാ അല്ലാഹ് ഉച്ചൽ പിന്നെ അന്നദാനവും സാർവജനിക അന്നദാനവും നടത്തിയിട്ട് അൽഹംദുലില്ലാ ആ കാര്യക്രമത്തെ ഒരു സമാരോപമായിട്ട് കിടപ്പ്. ആ കാര്യക്രമത്തെ സമാരംഭമായിട്ട് കിടും. എല്ലാവരും ഞങ്ങളെ വേദിക്ക് പറഞ്ഞു. വോളണ്ടിയേഴ്സുമാർ അതുക്കുള്ള സെറ്റപ്പ് അല്ല ഒന്ന് ഇൻഷാ അല്ലാഹ് ആക്കി റെഡിയാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് ആദ്യമായി സൃഷ്ടിച്ചത്, അല്ലാഹു ഈ ദുനിയാവിലും മനുഷ്യന്മാരെയും എല്ലാം ഈ ദുനിയാവ് സൃഷ്ടിയായാൽ പിന്നെ അല്ലാഹു ആദ്യമായി മലക്കുകളെ കൊണ്ട് സൃഷ്ടിച്ചതായിട്ട് കിടും കഅബ ശരീഫും. ഫസ്റ്റ് അല്ലാഹു ഈ ദുനിയാവില് നിർമ്മിച്ചമേ പള്ളിയായിട്ട് കിടും. ആ പള്ളി, ആ കഅബ ശരീഫ്, പിന്നെ എല്ലാ നബിമാരും ഓരോരോ നബിമാരും ആദൻ നബി അലൈഹിസ്സലാമറെ പിടിച്ചിട്ട് ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലക്രമേണ ഇങ്ങനെ ഓരോരോ നബിമാരും ആ കഅബ ശരീഫ് പുതുക്കിയതായിട്ട് കിടും. ഇനി ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്റ്റോറി എടുക്കരെങ്കും കഅബ മക്കത്തെ മദീനത്തുക്ക് പോയാൽ പിന്നെ ആ മദീനത്തിൽ ഫസ്റ്റ് നിർമ്മിച്ചിരെ പള്ളിയായിട്ട് കിടും. ഞങ്ങൾ ഇപ്പോഴും ആ പള്ളി നമുക്കിപ്പോൾ മദീനത്ത് പോയെങ്കിലും കാണുക കിട്ടും. അപ്പൊ ഏത് രായത്തും ഫസ്റ്റ് നിർമ്മിക്കണായത്, ഏത് രായത്തും ഹൈലൈറ്റ് ആവണായത് അത് പള്ളിയായിട്ട് കിടും. അൽഹംദുലില്ലാ, ഞങ്ങളെ എല്ലാവരും ഒരു കനസായിട്ട് ഈ പള്ളി, ഈ നല്ലൊരു പ്രൗഢമായ പള്ളി എല്ലാവരുടെ സഹകാര കൊണ്ടും ജാവും ഉറക്കും എല്ലാം വിട്ടിട്ടു കമ്മിറ്റി രംഗവും റായത്തങ്ങും ഒത്തൊരുമയോടുകൂടെ ഉമറാക്കവും ഉലമാക്കളും ഒത്തൊരുമയോടുകൂടെ ഈ നിർമ്മിച്ചെങ്കത്തെ ഈ പള്ളി അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞങ്ങളെ കാര്യക്രമ തുടങ്ങുക പോണ്ടും ഇന്നത്തെ ഈ കാര്യക്രമത്തിൽ അധ്യക്ഷത വഹിക്കിറങ്ങിയത് ബഹുമാനപ്പെട്ട അബൂ സാലിഹ് ഉസ്താദായിട്ട് എല്ലാ വണ്ടൂർ സാദാത്യങ്ങളും, അതേപോലെ സയ്യിദ് ഹാഷിം വാഫക്കി തങ്ങളും, അതേപോലെ ഞങ്ങളെ സയ്യിദ് ഹുസൈൻ ബാലവി തങ്ങൾ കുക്കാജൻ, എല്ലാ സാദാത്യങ്ങളും ഉലമാക്കളും ഞങ്ങളെ വേദിക്ക് ഞങ്ങളെ ഈ ആലടുക്ക പള്ളിയിലുള്ള ഇൻഷാ അല്ലാഹ് കാര്യക്രമ തുടങ്ങുക പോണ്ട്. ഞങ്ങളത് അതിരൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും, മംബനാലില്ലാഹി മസ്ജിദ, ആരെങ്കിലും അള്ളാഹുബേനായിട്ട് ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അവനുക അള്ളാഹു സ്വർഗത്തിൽ ഒരു അവ നിർമ്മിക്കറ് ചെന്നിട്ടും. അതുപോലെ ഓരോ പള്ളിയുമായി ബന്ധപ്പെട്ടത് ഒരു മുസ്ലിം മഹല്ലില്, ഒരു മുസ്ലിമായ മഹല്ലില് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിട്ട് പള്ളി. ഞങ്ങൾക്ക് ഗൾഫ് രാഷ്ട്രത്തിലെല്ലാം കാണുക കിട്ടും. ഗൾഫ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ എല്ലാ പള്ളിയും ധാർമ്മിക ചട്ടവട്ടിക എല്ലാം നിയന്ത്രിക്കടെ അവിടെ ഗവൺമെന്റ് ആയിട്ട് കിടും. എങ്കിൽ ഞങ്ങളെ ഇന്ത്യ പോലത്തെ ഡെമോക്രാറ്റിക് സെക്യുലർ കൺട്രിയില് ഞങ്ങൾക്ക് ആ പള്ളിയുടെ ജമാഅത്തായിട്ടിക്കട് ഈ കംപ്ലീറ്റ് ഒരു മഹല്ലിയുടെ നിയന്ത്രണം ആ പള്ളിയായിട്ടിക്കട് അതിരെ വൈജ്ഞാനികമായിട്ടും ശൈക്ഷണികമായിട്ടും ധാർമ്മികമായിട്ടും എല്ലാ നിലക്കും ഞങ്ങളെ ഒരു മുന്നേറ്റം അത് പള്ളിയായിട്ടിക്കട്. ആ പള്ളി എത്ര ചെന്താക്കുക ഞങ്ങൾ സാധ്യമാവും അത്ര ചെന്താക്കണം. അതൊരൊട്ടിಗೆ അതുക്കുള്ളെങ്കെത്തത് എല്ലാ പ്രവർത്തനങ്ങളും ആ പള്ളിയിൽ നടക്കടെ ആ ദിക്റുകളും സ്വലാത്തുകളും അതേ ഖുർആൻ ഓത്തുകളും നിത്യമാക്കിയിട്ടുള്ളെങ്കത്തെ ഒരു ജീവിതം അല്ലാഹു ഈ ഇതൊക്കെ ആരെല്ലാം സഹകരിച്ചിരാറ് എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിക്ക് ചെലവാക്കടെങ്കത്തെ ഓരോരോ പൈസ പള്ളിക്ക് പേനായിട്ട് ആ റായത്തെ പള്ളി ഞങ്ങളെ റായത്തിൽ ഏറ്റവും ചന്തായിട്ട് കാണാൻ, അതായത് ഏത് മുസ്ലിമീങ്ങളുള്ള മഹല്ലില് എവിടെല്ലാം മുസ്ലിമീങ്ങളുള്ളാറ് അവിടെല്ലാം ഏറ്റവും ചന്തമായിട്ട് കാണേണ്ടത് ആ റായത്തെ പള്ളിയായിട്ട് കിടും. ആ പള്ളി എത്ര ചന്ത ഏത് നിലക്ക് നമുക്ക് ചന്താക്കാടും, എത്ര സൗകര്യങ്ങൾ കൂടാടും, അതൊട്ടിಗೆ ആധുനികമായ മോഡേൺ ഞങ്ങൾക്ക് ആ സൗകര്യങ്ങൾ കൂട്ടലോടുകൂടെ ഞങ്ങളെ ആത്മീയമായ മജ്ലിസുകൾ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് പോകണം. എല്ലാ
എല്ലാം അത് അള്ളാഹുബേനായിട്ടിക്കടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ സ്വഹാബികളും എവിടെല്ലാം പോയാറ്. ഞങ്ങളെ ഇന്ത്യത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടായെങ്കിൽ ഇന്ത്യക്ക് മാലിക് ദീനാറും സംഘവും അങ്ങനെയുള്ള 10 സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിൽ വന്നാറ്. അങ്ങ് ഫസ്റ്റ് വന്ന് കൊടുങ്കല്ലൂറുകായിട്ടിക്കട. ആ കൊടുങ്കല്ലൂരിൽ ഫസ്റ്റ് നിർമ്മിച്ചത് പള്ളിയായിട്ടിക്കടും. അതായത് സ്വഹാബിങ്ങൾ എവിടെയുള്ള പോണ്ടാറ്, അതേപോലെ മുസ്ലിമീങ്ങൾ എവിടെയുള്ള ഉള്ളാറ് അവിടെയുള്ള ഫസ്റ്റ് നിർമ്മിക്കണമെങ്കിൽ അത് ചന്താക്കി കാട്ടണായതും അവിടെ ഹൈലൈറ്റ് ആവണതും പള്ളിയായിട്ടിക്കടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു പള്ളിയുടെ സംബന്ധമായിട്ട് കുറേ ഹദീസുകളും ഖുർആന്റെ ആയത്തുകളുണ്ട്. അതുപോലെ പള്ളിക്ക് ബന്ധങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഇദാ റഅയ്തുമുർ റജുല യതആഹദുൽ മസ്ജിദ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. ആരെങ്കിലും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളങ്ങ, പള്ളിയുമായി കണക്ഷൻ ഉള്ള ബാലക്കാർ, പള്ളിയുമായി കണക്ഷൻ ഉള്ള വയസ്സിറങ്ങ, പള്ളിയുമായി കണക്ഷൻ ഉള്ള മക്ക എല്ലാവരും അങ്ങ ഗുണിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗ്യാരണ്ടി ചൊല്ലും ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. അങ്ങ് ഈമാൻ ഉണ്ട് ചെന്നിട്ടും ഈമാനുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് നോക്കോ പോണ്ടുണ്ടായെങ്കിൽ അവനക്ക് പള്ളിയുമായിട്ടുള്ള ഒരു കണക്ഷന് വേണുണ്ട്. അങ്ങനെ ഇന്നെങ്കിൽ മാത്രം അങ്ങ് ഈമാൻ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളെ കൽബിൽ ഈമാനുണ്ടാ. അങ്ങ് പള്ളിക്ക് വന്നോണ്ടിക്കിടാറ്. അത് ഞങ്ങൾ സാധാരണ പൊതുവേ ചൊല്ലുങ്ങ അയാൾ എപ്പോഴും പള്ളിക്ക് പണ്ട് മാഷാ ഒരു വക്കത്ത് ജമാഅത്തുക്ക് വിടില്ല. എന്തും എല്ലാ നിലക്കും 5 വക്കത്ത് പള്ളിക്ക് വന്നോണ്ടു എവിടെല്ലാം സൗകര്യം അവിടെ അപ്പള്ള പള്ളിക്ക് പണ്ടെങ്കിത്ത വ്യവസ്ഥ. അതുപോലെ ഈ പള്ളിയെല്ലാം വിശാലമായിട്ട് എല്ലാവുമായിട്ട് ഈ പള്ളി സജീവമാക്കണായത് അത് നന്നായിട്ടിക്കിടും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള ഖുലഫാഉർ റാഷിദീങ്ങൾ അങ്ങനെ ജമാഅത്ത് ഒരുക്കും തപ്പിട്ടില്ല. അങ്ങനെ ഒരു നാള് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ തോട്ടത്തിലിരിക്കുമ്പോൾ ബാങ്ക് ആവും. തന്റെ വലിയ തോട്ടത്തിലിക്കട സന്ദർഭത്തിൽ ബാങ്കായിട്ട് ആ തോട്ടത്തെ നടന്നുകൊണ്ട് പറയുമ്പോൾ ഇവിടെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോണ്ടു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിട്ട നന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയെങ്കിൽ തോട്ട അത് നക്ക് വേണ്ട, അത് ദീനിക്ക് ബേനായിട്ട് ചെലവഴിച്ചു കൊടുത്ത ദീനിക്ക് നാണ് സ്വതക്ക ആക്കിയാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമർ റളിയല്ലാഹു അൻഹു ചൊന്നുണ്ടായെങ്കിൽ അത്രയും ശ്രേഷ്ഠത പള്ളിയുമായി ചെലവഴിക്കുന്ന ഒരു വസ്തുവും പള്ളിയുമായി ബന്ധപ്പെട്ടത് പള്ളിയിലുള്ള ജമാഅത്ത് പള്ളിയിൽ നടക്കുന്ന പ്രതിയൊരു കാര്യക്രമത്തും മുസ്ലിമായവന്റെ മനസ്സ് കണക്ഷന് വേണേ എല്ലാ നിലത്തും വേണം. നബി സല്ലല്ലാഹു അല്ലാഹു ഖുർആനിൽ ചൊല്ലും ഇന്നമാ യഅ്മുറു അല്ലാഹു ഖുർആനിൽ ചൊല്ലും ആരെങ്കിലും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിറ. ആരെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയുടെ ഖിദ്മത്താക്കടേ. ആരും പള്ളിയുടെ ഭരിക്കുക ആരുമില്ല, പള്ളിയുടെ ഖിദ്മത്താക്കരേണ്ട ഖുർആനിൽ ചൊല്ലേ. എല്ലാവരും അങ്ങ് ഈ ഞങ്ങളെ ഈ പള്ളിക്ക് ബേനായിട്ട് എല്ലാ നിലക്കും സഹകരിച്ചുകൊണ്ടുള്ള എല്ലാ നിലക്കും അങ്ങളെ ഔക്കൊള്ളാണ്ട് എത്രയോ ഞങ്ങൾ കൂടെ കണ്ടുകൊണ്ടുള്ള ഈ റായത്തങ്ങളെ ഓരോരോ ഈ ഇന്നലെയും മുഞ്ഞാണ്ടും ജാവും മീറ്റിംഗ് ആക്കിയിട്ടും ഈ പള്ളിയുടെ ഓരോരോ വിഷയത്തും എത്ര പ്രയത്നങ്ങളാക്കിക്കൊണ്ടുള്ളാറ്. അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ. ഞങ്ങളെ ഉദ്ദേശം അത് വേറെ ഈ ദുനിയാവിടെ ആർമാർ കണ്ടിട്ട് ഞങ്ങളെ പ്രോത്സാഹിക്കണോ, ഞങ്ങൾക്ക് ഇത് എന്ത് ഉദ്ദേശം ഞങ്ങൾ ദിക്കോത്തീരാം അള്ളാഹു ഞങ്ങൾക്ക് തൃപ്തിപ്പെടണോ. ഇതൊക്കെ ചെലവഴിച്ചത് 40 വർഷം മുന്നുള്ള കെട്ടിയ പള്ളി ഇപ്പൊ ഈ 40 വർഷം കഴിഞ്ഞിട്ട് ഇത് പുതുക്കിയപ്പ ഇന്ന് ഈ പള്ളി എത്ര വർഷമേ 40 വർഷമാ 50 വർഷമാ 60 വർഷമാ നെക്സ്റ്റ് ഒരു ജനറേഷൻ ബണ്ടിക്കെടുത്തോളൂ അത് ഞങ്ങൾ ആക്കിയത് കംപ്ലീറ്റ് ആയിട്ട് അതൊക്കെ പ്രതിഫല ഞങ്ങൾക്ക് കിട്ടുക ചൊല്ലതായിട്ടിക്കറൻ. നബി അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ ചൊല്ലാൻ ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിറ. അല്ലാഹുവിന്റെ പള്ളിയുടെ ഖിദ്മത്ത് എടുക്കടങ്ങ, അല്ലാഹുവിന്റെ പള്ളിയുടെ ഖിദ്മത്ത് എടുക്കടങ്ങ. മൻ ആമന ബില്ലാഹി അങ്ങ് ഫസ്റ്റ് കണ്ടീഷൻ അല്ലാഹുടെ വിശ്വസിക്കറങ്ങായിട്ടിക്കടേ. ആരെങ്കിലും പള്ളിയുടെ കമ്മിറ്റിക്ക് ജോയിൻ ആയെങ്കിൽ അങ്ങനെ വിടരല്ല, ഞങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടില്ല, എന്തും കിട്ടില്ല, ഞങ്ങൾ ഫുള്ള് ബിസിയെ. അതല്ല, അല്ലാഹുടെ ഊടല് ഞങ്ങൾക്കെല്ലാം കാണ്ട് എല്ലാം അധ്വാനിച്ചുകൊണ്ടും ഒരു പ്രതിഫലവും ആഗ്രഹിക്കാണ്ട് ഈ പള്ളിക്ക് വേനായിട്ട് ഈ പള്ളിയുടെ മഹല്ലുക്ക് വേനായിട്ട് ഇവിടെ അത് പള്ളിയുടെ ശമ്പളം
ശമ്പളം കൊടുക്കുക, അതുക്കും ഇതുക്കും എല്ലാ നിലക്കും പ്രസിഡന്റിനെ പിടിച്ചിട്ടും സെക്രട്ടറിയെ പിടിച്ചിട്ടും എല്ലാവരും ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒന്നാമത്തെ കണ്ടീഷൻ മൻ ആമന ബില്ലാഹി, അവൻ അല്ലാഹുവോട് വിശ്വസിക്കണമായിട്ടിരിക്കണം, വബിൽ യൗമിൽ ആഖിർ, ഖിയാമത്ത് നാളെ കൊണ്ട് വിശ്വസിക്കണമായിട്ടിടാറ്, വ അഖാമസ്സലാത്ത, അങ്ങനെ നിസ്കാരവും നല്ല നിലക്ക് നിസ്കാരം നിർവഹിക്കറങ്ങാം. അപ്പോൾ ഞങ്ങളെ എല്ലാ നിസ്കാരങ്ങൾ അഖാമസ്സലാത്ത ചൊല്ല നിസ്കാര എപ്പെങ്കിലും ഒക്കെ നിസ്കരിക്കണ്ടല്ല, എപ്പോഴും നിസ്കരിക്കണോ ചെന്നിട്ടും ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങളെ കാര്യക്രമത്തിൽ ഞങ്ങളെ വേദിക്ക് കാര്യക്രമം തുടങ്ങുക പോണ്ടും പിന്നെ ചൊല്ലി നാലാമത്തെ ക്വാളിറ്റി ഒന്നാമത്തെ മൻ ആമന ബില്ലാഹി, അല്ലാഹുവോട് വിശ്വസിക്കിറങ്ങാം. പിന്നെ അല്ലാഹുടെ ഖിയാമത്ത് നാൾ ഈ ദുനിയാവ് ഈ ദുനിയാവ് ഒരു എണ്ടുണ്ടു, ആ ദുനിയാവ് അവസാനിക്കുകൊണ്ടു, അതുപോലെ ഞങ്ങവും ഒരു നാൾ മരിച്ചു പോകുണ്ടു ചൊല്ലിയ ഒരു വിശ്വാസം വേണം. അതേപോലെ അഖാമുസ്സലാത്ത, അല്ലാഹുടെ നിസ്കാരം നിലനിർത്തിറങ്ങാം. അതേപോലെ സക്കാത്ത് കൊടുക്കിടങ്ങാം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാണ്ട് ഒരാളുടെയും നിങ്ങൾ പേടിക്കണായ അഗത്യമേ ഇല്ല. അത് എന്തിനായെങ്കിലും ഞങ്ങളെ കൽബിലും അല്ലാഹു മാത്രം ഞങ്ങളെ ഓരോരോ ചെലങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഞങ്ങളെ ഓരോരോ പ്രവർത്തനം അത് അല്ലാഹുവിനായിട്ട് മാത്രമായിട്ട് ഇക്കട് ചെന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് ഒരു സാധാരണ പെണ്ണിങ്ങ പള്ളിയുടെ ചുറ്റുഭാഗത്തിൻ്റെ കാട്ടല്ല അടിച്ചോണ്ടല്ല ഇൻത്ത്, അങ്ങനെ ആ പെണ്ണിങ്ങ മരിച്ചു പോയിട്ട് ആ പെണ്ണിങ്ങ മരിച്ചുപോയ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചൊന്നിട്ടുള്ള സ്വഹാബത്തും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലാണ്ടിക്കുമ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് പെണ്ണിങ്ങക്ക് എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ആ പെണ്ണിങ്ങളെ കാണ്ടില്ലല്ലേ പള്ളിയിലെല്ലാം ക്ലീൻ ആക്കി കൊണ്ടിരുന്നെങ്ങ, അങ്ങനെ കാണ്ടില്ലല്ലേ പള്ളിയിൽ. അപ്പ സ്വഹാബത്ത് ചെന്നർ ആ പെണ്ണിങ്ങ മരിച്ചു പോയിട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിങ്ങളിട്ട് അർസ പ്രകടനാക്കിയിട്ടും പിന്നെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യത്തിനെ ആ ഖബറിനെ മുട്ട പോയിട്ട് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തെങ്കിൽ സംഭവങ്ങൾ ഹദീസിൽ നിങ്ങൾക്ക് കാണോ കിട്ടും. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പ്രൗഢോജ്ജലമായ കാര്യക്രമം മൊഹീദ്ദീൻ ജുമാ മസീദി ആലടുക്കത്തെ ഈ നവീകൃത മസീദി ഉദ്ഘാടന കാര്യക്രമം ഇൻഷാ അല്ലാഹ് താജുൽ ഉലമാ കെ സദഖത്തുല്ലാഹ് മൗലവി ഉസ്താദറ 40ನೇ ಆಂಡು നേർച്ചೆ ನಿನ್ನೆ ಆಲ್ರೆಡಿ ನಿನ್ನೆ ನಾವು ನಿರ್ವಹಿಸಿದ್ದೇವೆ. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಈ ವೇದಿಕೆಯಲ್ಲಿ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಇನ್ನು ನಡೆಯುವಂಥ ಕಾರ್ಯಕ್ರಮಗಳು, ಇನ್ನು ನಡೆಯುವಂಥ ಉದ್ಘಾಟನಾ ಸಮಾರಂಭಗಳಿವೆ. ಅದೇ ರೀತಿ ಸಾಧಕರಿಗೆ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ ಕೂಡ ಇದೆ. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳು ಈ ಕಾರ್ಯಕ್ರಮ ಪ್ರಾರಂಭದಿಂದ ಅದರ ಎಂಡ್ ತನಕ ಆಕಿಬತುಲಿಲ್ ಮುತ್ತಕೀನ್ ಕಾರ್ಯಕ್ರಮದ ಲಾಸ್ಟ್ ವರೆಗೆ ಅವಸಾನದವರೆಗೆ ಎಲ್ಲರೂ ಕೂಡ ಎಲ್ಲ ಮಕ್ಕಳಿಂದ ಹಿಡಿದು ಮಹಿಳೆಯರು, ಹುಡುಗರು, ಹುಡುಗಿಯರು, ಬಾಲಕರು ಎಲ್ಲರೂ ಕೂಡ ಅದಕ್ಕೆ ಯಾವುದೇ ಅಬಾಲ ವೃದ್ಧದವರಿಗೆ ಎಲ್ಲರೂ ಕೂಡ ನಮಗೆ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮದೊಂದಿಗೆ ಸಹಕರಿಸಬೇಕು. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಕಾರ್ಯಕ್ರಮ ನಾವು ಪ್ರಾರಂಭ